ഹായ്, ഗുജറാത്ത് യാത്രകളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ജുനാഗഡ് എന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നും ഏകദേശം 65 കിലോമീറ്റർ ദൂരെയാണ് ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ ഒരേ ഒരു വാസസ്ഥലമായ സാസൻ ഗീർ എന്നറിയപ്പെടുന്ന ഗീർ ദേശീയോദ്യാനവും വന്യജീവി സങ്കേതവും സ്ഥിതി ചെയ്യുന്നത്. ഗീർ വനത്തിന്റെ തന്നെ ഭാഗമായ ദേവാലിയ സഫാരി പാർക്ക് സന്ദർശിക്കുക എന്നതാണ് ഇന്നത്തെ പ്രധാന പരിപാടി. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കോളനിക്കാർ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ ക്ഷണിതാക്കളായി വേട്ടയാടുന്നതിനായി ഈ പ്രദേശം സന്ദർശിക്കാറുണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇവിടുത്തെ ഏഷ്യൻ സിംഹങ്ങളുടെ എണ്ണം കേവലം 1 ഡസനായി കുറഞ്ഞു. ഗീറിലെ സിംഹങ്ങളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞതാണ് ജുനാബ് നവാബിനെ ഈ സങ്കേതം സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചത്. ഇന്ന് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷിത പ്രദേശങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഈ സങ്കേതം ഏഷ്യൻ സിംഹങ്ങൾ കാണപ്പെടുന്ന ഏഷ്യയിലെ ഏക സ്ഥലമാണ്. സർക്കാർ വനം വകുപ്പിന്റെയും വന്യജീവി പ്രവർത്തകരുടെയും സന്നദ്ധ സംഘടനകളുടെയും പരിശ്രമ ഫലമായാണ് ഇന്ന് ഗീർ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടുന്നത്. പാർക്കിലെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ മാത്രം ശ്രമിക്കുന്ന ക്യാറ്റ് വിമൻ എന്നറിയപ്പെടുന്ന 40-ലധികം പരമ്പരാഗത ആദിവാസി സ്ത്രീ വനരക്ഷാ സഹായികളുണ്ട് ഇവിടെ. 1400 ചതുരശ്ര കിലോമീറ്ററിൽ പരന്നു കിടക്കുന്നതാണ് ഗീർ സാങ്ച്വറി. 2015-ലെ സെൻസസ് പ്രകാരം 109 ആണും 201 പെണ്ണും 213 കുഞ്ഞുങ്ങളും ഉൾപ്പെടെ 523 സിംഹങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 2020-ൽ സിംഹങ്ങളുടെ ആകെ എണ്ണം 674 വർദ്ധിച്ചതായും അവയെല്ലാം ഗീർ പരിസരത്താണ് വസിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 38 ഇനം സസ്തനികൾ, 300 ഇനം പക്ഷികൾ, 37 ഇനം ഉരകങ്ങൾ, 2000-ലധികം പ്രാണികൾ എന്നിവ ഉൾപ്പെടെ 2375 വ്യത്യസ്ത ജന്തുജാലങ്ങൾ ഗീർ വനപ്രദേശം കണ്ടുവരുന്നുണ്ട്. ഏഷ്യാറ്റിക് സിംഹം, ഇന്ത്യൻ പുള്ളിപ്പുലി, കാട്ടുപൂച്ച, വരയുള്ള ഹൈന, ഗോൾഡൻ കുറുക്കൻ, ബംഗാൾ കുറുക്കൻ, ഇന്ത്യൻ ഗ്രേ മംഗൂസ്, റെഡ്ഡി മംഗൂസ്, ഏഷ്യാറ്റിക് വൈൽഡ് കാറ്റ് എന്നിവ അവയിൽ ചിലതാണ്. ഗീർ വനത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലിയ സഫാരി പാർക്ക് എന്നറിയപ്പെടുന്ന ഗീർ ഇന്റർപ്രട്ടേഷൻ സോൺ ഗീർ വനത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ്. 412 ഹെക്ടർ വിസ്തൃതിയുള്ള സഫാരി പാർക്കിൽ ഗീറിലെ മിക്കവാറും എല്ലാ വന്യജീവികളും അവയുടെ ആവാസ വ്യവസ്ഥയുമുണ്ട്. ഗീർ നാഷണൽ പാർക്കിലെ വിനോദസഞ്ചാരികളുടെ തിരക്ക് കുറയ്ക്കുന്നതിനും സഫാരി പെർമിറ്റ് ലഭിക്കാൻ കഴിയാത്ത വിനോദസഞ്ചാരികൾക്ക് അവസരം നൽകുന്നതിനുമായിട്ടാണ് ഗീർ ഇന്റർപ്രട്ടേഷൻ സോൺ എന്നറിയപ്പെടുന്ന ഈ പ്രത്യേക പ്രദേശം സൃഷ്ടിച്ചത്. ഇവിടുത്തെ 45 മിനിറ്റ് ദൈർഘ്യമുള്ള സഫാരിയിൽ സിംഹങ്ങളെയും പുള്ളിപ്പുലികളെയും ഉറപ്പായും കാണാൻ കഴിയും എന്നതാണ് ഇവിടുത്തെ ആകർഷണം. ദേവാലിയ ഇന്റർപ്രട്ടേഷൻ സോണിനെ അപേക്ഷിച്ച് ഗീർ ദേശീയോദ്യാനം വലിപ്പത്തിൽ വളരെ വലുതാണ്. ഗീർ നാഷണൽ പാർക്ക് ഒരു സംരക്ഷിത പ്രദേശമായതിനാൽ പ്രവേശനത്തിന് നിയന്ത്രണങ്ങളുണ്ട്. നേരെ മറിച്ച് ഗീർ ദേശീയോദ്യാനത്തിനുള്ളിലെ വേലി കെട്ടിയ പ്രദേശമായ ദേവാലിയ പാർക്കിൽ നിയന്ത്രിത അന്തരീക്ഷത്തിൽ വന്യജീവികളെ നിരീക്ഷിക്കാൻ കഴിയും. ദേവാലിയ പാർക്കിൽ 3 സഫാരി റൂട്ടുകളുണ്ട്. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മിനി സഫാരി ബസ്സുകൾ സഫാരി പാർക്കിന്റെ റിസപ്ഷൻ ഏരിയയിൽ നിന്നാണ് സർവീസ് നടത്തുന്നത്. ഈ സഫാരികൾ മികച്ച കാഴ്ചയും അതുല്യമായ അനുഭവവും ഉറപ്പാക്കുന്നു. വ്യക്തിഗതമായ സഫാരി അനുഭവം നേടുന്നതിന് പരിശീലനം ലഭിച്ച എക്കോ ഗൈഡിനോടൊപ്പം സഫാരി ജിപ്സിയും ഇവിടെ ലഭ്യമാണ്. ഗീർ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണ മൂല്യങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും സന്ദർശകർക്ക് അവിസ്മരണീയമായ അനുഭവം നൽകുകയും ചെയ്യുക എന്നതാണ് സഫാരി പാർക്കിന്റെ ഉത്ഭവ കാരണം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏഷ്യാറ്റിക് സിംഹങ്ങളെയും മറ്റു വന്യജീവികളെയും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ പാർക്കിന്റെ പ്രത്യേകത. സാഹസികത നിറഞ്ഞ വനത്തിനുള്ളിലൂടെയുള്ള സഫാരിയേക്കാൾ ഗീർ വനത്തിനുള്ളിലെ സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും സംരക്ഷണ പ്രവർത്തനങ്ങളെയും കുറിച്ച് സന്ദർശകർക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ സൗകര്യമാണ് ദേവാലിയ ഇന്റർപ്രട്ടേഷൻ സോൺ. ഇവിടുത്തെ സഫാരിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സിംഹങ്ങളെയും പുലികളെയും കാണാൻ സാധിക്കും. സിംഹങ്ങൾ അവസരവാദികളായ വേട്ടക്കാരാണ്. സാധാരണയായി വിശക്കുമ്പോഴും വേട്ടയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ അവ വേട്ടയാടാറുള്ളൂ. വേട്ടയ്ക്ക് ശേഷം അവ ദീർഘനേരം വിശ്രമിക്കുന്നത് പതിവാണ്. അതിനാൽ ശരാശരി 2-3 ദിവസം കൂടുമ്പോൾ മാത്രമാണ് സിംഹങ്ങൾ വേട്ടയാടുന്നത്. സാധാരണയായി സിംഹങ്ങൾ കൂട്ടത്തോടെ വേട്ടയാടുമ്പോൾ പുള്ളിപ്പുലികൾ ഒറ്റയ്ക്കാണ് ഇരയെ പിടിക്കാറുള്ളത്. എന്നാൽ മനുഷ്യരെ കൂടുതലായും ആക്രമിക്കുന്നത് പുലികളാണ്. സമീപത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ ആക്രമണം നടത്തിയിട്ടുള്ള പുലികളെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്.
ഗീർ വനം നന്നായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏഷ്യൻ സിംഹങ്ങൾ ഗ്രാമീണരുടെ ആക്രമണം, വെള്ളപ്പൊക്കം, തീപിടുത്തം, പകർച്ചവ്യാധികൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയുടെ ഭീഷണികൾ നേരിടുന്നുണ്ട്. എന്നിരുന്നാലും ഗീർ അവർക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ദീർഘകാല സംരക്ഷണമായി തുടരുന്നു. എല്ലാ വർഷവും ജൂൺ 16 മുതൽ ഒക്ടോബർ 15 വരെ മൺസൂൺ കാലത്തുടനീളം ഗീർ നാഷണൽ പാർക്കിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല.